അൻസിബ പരാതി നൽകിയതിനു പിന്നാലെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പ്രചാരണം നടക്കുന്നുവെന്ന നടി ലക്ഷ്മിപ്രിയയുടെ പരാതി. അധിക്ഷേപ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ലക്ഷ്മിപ്രിയ പറയും. വളരെ ഭീകരമായ രീതിയിൽ സൈബർ ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹാഷ്ടാഗോട് കൂടിയിട്ടാണ് കമന്റ്സുകളെല്ലാം വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ നമുക്കൊരു മനുഷ്യന് തുറന്നു നോക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള തലക്കെട്ടുകൾ ചേർത്തുകൊണ്ട് വരികയാണ്. അതിൻ്റെ അടിയിൽ മുഴുവനും ഇങ്ങനത്തെ മോശമായ കമന്റ്സുമാണ് വരുന്നത്. അതിലെനിക്ക് വളരെയധികം പ്രയാസമുണ്ട്. അത് ആര് ചെയ്യിപ്പിച്ചാലും കുറ്റക്കാരെ കണ്ടെത്തി അർഹമായ ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പരാതി കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. അർജുൻ മട്ടന്നൂരുണ്ട് നമുക്കൊപ്പം. അർജുന, അപ്പോൾ ഈ അമ്മയിലെ താരങ്ങൾ അവരുടെ പരസ്പരമുള്ള പോർവിളി, പരാതികൾ, പരിഭവങ്ങൾ, ഈ സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമൊക്കെയുള്ള പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ, അശ്ലീല പദപ്രയോഗങ്ങൾ, ഇതൊന്നും ഇത്തരത്തിലുള്ള ഒരുപാട് പരാതികൾ ഇത് അവസാനിക്കാതെ മുന്നോട്ട് പോവുകയാണല്ലോ അർജുൻ. ഷിഹാസ്, സിനിമാ മേഖലയിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ പരാതികൾ പോലീസിന് മുന്നിലേക്ക് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടി ലക്ഷ്മിപ്രിയയാണ് പോലീസിൽ പരാതി നൽകിയത്. തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ അധിക്ഷേപ പ്രചാരണം നടക്കുന്നു എന്നുള്ളതാണ് ലക്ഷ്മിപ്രിയയുടെ പരാതി. ഈ പരാതി നൽകിയത് കൊച്ചി സൈബർ പോലീസിന് മുന്നിലാണ്. ഈ പരാതിന് പിന്നാലെ തന്നെ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ചില സ്ക്രീൻഷോട്ടുകൾ സഹിതം ചില തെളിവുകളും പോലീസിന് മുന്നിൽ ലക്ഷ്മിപ്രിയ സമർപ്പിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് അൻസിബക്കെതിരായ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് തനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നത് എന്നതാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന പേരിൽ അടക്കം തനിക്കെതിരെ വ്യാപകമായി ഇത്തരത്തിൽ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ കർശനമായ നടപടി വേണം എന്നാണ് ലക്ഷ്മിപ്രിയയുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും കൂടുതൽ തെളിവുകൾ പോലീസിലേക്ക് നൽകുമെന്നും ലക്ഷ്മിപ്രിയ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ലക്ഷ്മിപ്രിയക്കെതിരെ അൻസിബ അടക്കം പരാതി നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഹിൽ പാലസ് വനിതാ സെല്ലിലെ SI-ക്കെതിരെയും പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ പരാതിയിൽ കഴമ്പില്ല എന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത്. ഇതിന് പിന്നാലെയാണ് ചില മതവർഗീയ ശക്തികളാണ് അൻസിബയ്ക്ക് പിന്നിൽ എന്ന പരാമർശം ലക്ഷ്മിപ്രിയ നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ഈ സൈബർ ആക്രമണം രൂക്ഷമായത്. അതോടൊപ്പം തന്നെ അൻസിബ നൽകിയ പരാതി ഇപ്പോഴും കടവന്ത്ര പോലീസിന് മുന്നിലുണ്ട്. ടിനി ടോമിനെതിരെയാണ് അൻസിബയുടെ പരാതി. ഈ പരാതിയിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുന്നതേയുള്ളൂ. എന്തായാലും അത്തരത്തിൽ പരസ്പരമുള്ള തർക്കങ്ങൾ വ്യാപകമായി തന്നെ തുടരുമ്പോൾ അത് പരാതിയിലേക്കും പിന്നീട് പോലീസ് കേസുകളിലേക്കും മാറുകയാണ്.